ഹായ് ഓൾ, SSC CGL CHSL നോട്ടിഫിക്കേഷൻ എല്ലാം ഇതാ വരാൻ പോവുകയാണ്. മുൻ വർഷത്തെ ഒരു കട്ട് ഓഫ് അനാലിസിസ് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ CGL എക്സാമിനും അതുപോലെ തന്നെ CHSL എക്സാമിനേഷൻ്റെയും പ്രിലിംസിന് കട്ട് ഓഫ് കുറച്ച് രീതിയിൽ ഉയർന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല, എക്സാം എഴുതുന്ന കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം അത്രയധികം കൂടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ എക്സാമിനേഷൻ കുറച്ച് ഈസിയർ ആണെന്ന് നമുക്ക് പറയാം കഴിഞ്ഞ വർഷത്തെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ. അതുപോലെ കോമ്പറ്റീഷനും കുറച്ച് കൂടിയിട്ടുണ്ട്. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ കട്ട് ഓഫിനെ കറക്റ്റായിട്ട് ഡിസൈഡ് ചെയ്യുന്നത് എന്ന് അറിഞ്ഞ് അതനുസരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുൻപോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഈ കട്ട് ഓഫ് എന്ന് പറയുന്ന കടമ്പ നിങ്ങൾക്ക് ഈസിലി മറികടക്കാനായിട്ട് സാധിക്കും. കട്ട് ഓഫ് ഉയർന്നു വരുന്നു എന്ന് കരുതി ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം ഉയർന്നു വരുന്ന കട്ട് ഓഫിനെ നമ്മളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി കൊണ്ടും സ്റ്റഡി പ്ലാനിൽ ചെറിയ രീതിയിലുള്ള ചേഞ്ചസ് വരുത്തിക്കൊണ്ടും നമുക്ക് ഈസിലി മറികടക്കാനായിട്ട് സാധിക്കും. എപ്പോഴും നിങ്ങൾ ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനും പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ CGLന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ പാസ്റ്റ് ഒരു 5 വർഷത്തെ CGLന്റെ കട്ട് ഓഫ് ആദ്യം നിങ്ങൾ മനസ്സിൽ കുറിച്ചിടുക. എന്നിട്ട് അതനുസരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ മുൻപോട്ട് കൊണ്ടുപോവുക. മോക്ക് എക്സാമിനേഷൻസ് എഴുതുന്ന സമയത്ത് എസ്പെഷ്യലി ആ പാസ്റ്റ് വർഷങ്ങളിലെ എല്ലാം കട്ട് ഓഫ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. എന്നിട്ട് ആ ഒരു സ്കോറിനെ എയിം ചെയ്ത് വേണം നിങ്ങൾ പരീക്ഷ എഴുതാനും നിങ്ങളുടെ പ്രിപ്പറേഷൻ മുൻപോട്ട് കൊണ്ടുപോകാനും. എങ്ങനെ കട്ട് ഓഫിനെ മറികടക്കാം, ഏത് സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്താൽ കട്ട് ഓഫ് ഈസിലി നിങ്ങൾക്ക് മറികടന്ന് കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുവാനായിട്ട് ശില്പ മിസ് ഈ വരുന്ന മാർച്ച് 17-ാം തീയതി വൈകിട്ട് 8 മണിക്ക് ഒരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ഒട്ടും വൈകിക്കേണ്ട, ഉടൻ തന്നെ ഈ വെബിനാറിലേക്ക് രജിസ്റ്റർ ചെയ്യൂ. രജിസ്റ്റർ now.